താമസമില്ലാത്ത വീട്ടിൽ നിന്ന് പിടികൂടിയിട്ടുള്ളത്. സംഭവ സ്ഥലത്ത് നിന്ന് നമ്മുടെ പ്രതിനിധി ജോസഫ് ചേരുന്നുണ്ട്. ജോസഫ്, ഇപ്പോൾ സംഭവ സ്ഥലത്തുള്ള വിശദാംശങ്ങൾ എപ്രകാരമാണ്? വിശദീകരിക്കൂ. അർജുന, ഇന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുലർച്ചെയാണ് കൊടും കുറ്റവാളിയായിട്ടുള്ള ഗോവിന്ദസ്വാമി ജയിൽ ചാടിയത്. ഈ ജയിൽ ചാട്ടത്തിൽ ആഭ്യന്തര വകുപ്പിന് ഗുരുതര വീഴ്ച സംഭവിച്ചു എന്ന് ആരോപിച്ച് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ DCC കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സെൻട്രൽ ജയിലിന്റെ മുമ്പിലേക്ക് വലിയ പ്രതിഷേധം നടത്തിയിരിക്കുകയാണ്. മാർട്ടിൻ ജോർജ് ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഈ പ്രതിഷേധത്തിന്റെ മുൻനിരയിൽ നിന്ന് ആഭ്യന്തര വകുപ്പിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്. ജയിലിൽ വരുന്ന തടവുകാർ ഉദ്യോഗസ്ഥരായി മാറുകയും ഉദ്യോഗസ്ഥർ തടവുകാരായി മാറുകയും ചെയ്യുന്നു എന്നുള്ള ഗുരുതര ആരോപണമാണ് ഈ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഉൾപ്പെടെയുള്ളവർ സർക്കാരിനെതിരെ ഉന്നയിക്കുന്നത്. തടവുകാർ രക്ഷപ്പെടുന്നത് ഇത് കൃത്യവിലോപത്തിന്റെ ഭാഗമായിട്ടാണ്. സംസ്ഥാന സർക്കാർ ജയിലിൽ പോലും കൃത്യമായ സുരക്ഷ ഒരുക്കുന്നതിൽ വലിയ രീതിയിലുള്ള വീഴ്ച നടത്തി എന്നാണ് പ്രധാനമായും കോൺഗ്രസ് ആരോപിക്കുന്നത്. കുറ്റവാളികളോടുള്ള CPMന്റെ നയം എന്താണ് എന്ന് ഈ കാര്യത്തിലൂടെ വ്യക്തമായി എന്നുള്ള ഗുരുതര ആരോപണങ്ങൾ കൂടി അദ്ദേഹം പുറത്തുവിടുന്നുണ്ട്. പ്രതി എന്തായാലും പിടിയിലായെങ്കിൽ കൂടിയും എങ്ങനെയാണ് ഈ പ്രതികൾ പിടിയിലായതിനെ കുറിച്ച് കൃത്യമായി അന്വേഷണം നടത്തണമെന്ന ആവശ്യമാണ് ഇപ്പോൾ DCC മുന്നോട്ട് വെക്കുന്നത്. ഈ പ്രതിഷേധത്തിൽ നിരവധി ആളുകൾ ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധ സാധ്യത കണക്കെടുത്ത് പോലീസ് വലിയ രീതിയിലുള്ള സന്നാഹമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഏതായാലും ഗോവിന്ദസ്വാമി ഇപ്പോൾ കണ്ണൂരുള്ള ടൗൺ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ മെഡിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പൂർത്തിയാക്കും. എന്നിട്ട് വീണ്ടും ജയിലിലേക്ക് തിരിച്ചെത്തിക്കുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ സർക്കാരിനെതിരെയുള്ള വലിയൊരു ആയുധമായി ഇത് പ്രതിപക്ഷം ഏറ്റെടുത്തിരിക്കുകയാണ്. കണ്ണൂർ സെൻട്രൽ ജയിൽ പോലെ അതീവ സുരക്ഷാ മേഖലയിൽ നിന്ന് ഒരു കൈ വയ്യാത്ത ഒരു കുറ്റവാളി, ഒരു കൊടും കുറ്റവാളി, കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ച സൗമ്യ വധക്കേസിലെ പ്രധാന പ്രതി സുപ്രീം കോടതിയിൽ നിന്ന് വധശിക്ഷയ്ക്ക് ഇളവ് മേടിച്ച് ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന ഒരു കുറ്റവാളി എങ്ങനെയാണ് ഇത്തരത്തിൽ അതിസുരക്ഷാ മേഖലയിൽ നിന്ന് പുറത്തു കടന്നത്? ഇതിൽ ആർക്കെങ്കിലും പങ്കുണ്ടോ എന്നുള്ള കാര്യമാണ് പ്രധാനമായും പ്രതിപക്ഷം ഉയർത്തി ചോദിക്കുന്നത്. എന്തായാലും ഇക്കാര്യങ്ങൾക്കെല്ലാം സർക്കാർ വ്യക്തമായ മറുപടി നൽകേണ്ടി വരും. പ്രാഥമികമായി കൃത്യവിലോപം നടത്തിയതിന് 4 ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ സസ്പെൻഷനിൽ മാത്രം നിൽക്കുന്നതല്ല, ഇതിൽ വ്യക്തമായ അകക്കളികൾ ഉണ്ട് എന്നുള്ള കാര്യമാണ് പ്രധാനമായും ഈ DCC ഭാരവാഹികളടക്കം ഈ പ്രതിഷേധ സമരത്തിൽ ഉന്നയിച്ചു പറയുന്നത്. വലിയ രീതിയിലുള്ള സർക്കാരിനെതിരെയുള്ള വലിയ രീതിയിലുള്ള സമര സമവാക്യമായി ഈ ഗോവിന്ദസ്വാമിയുടെ ഈ ജയിൽ ചാട്ടത്തെ മാറ്റാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. എന്തായാലും നിരവധി ആളുകൾ കണ്ണൂർ സെൻട്രൽ ജയിലിന് മുമ്പിലുള്ള പ്രതിഷേധ യോഗത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും ആരോപിക്കുന്ന പ്രശ്നങ്ങൾ, അതായത് ജയിൽ സുരക്ഷ സംബന്ധിച്ചും ജനങ്ങളുടെ സുരക്ഷയെ സംബന്ധിച്ചും സർക്കാരിനുള്ള ബോധ്യം ഇതാണോ? സർക്കാരിന്റെ കരുതൽ ഇതാണോ? സർക്കാർ ആർക്കു വേണ്ടിയാണ് നിലകൊള്ളുന്നത്? കൊടും കുറ്റവാളികളിൽ പോലും രക്ഷപ്പെടാൻ വഴിയൊരുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള ഗുരുതര ആരോപണങ്ങളും ചോദ്യങ്ങളുമാണ് പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ട് വരുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വരും മണിക്കൂറിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ BJP അടക്കമുള്ള പ്രതിപക്ഷ സംഘടനകളും ഈ സമരവുമായി രംഗത്തേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ളൊരു സൂചനയാണ് കണ്ണൂരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും സർക്കാരിനെതിരെ ഇത് വലിയ രീതിയിലുള്ള പ്രചരണ ആയുധമാക്കുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന്റെ കൃത്യവിലോപം തുറന്നു കാട്ടാൻ ഒരു അവസരം ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രാഥമികമായി 4 പേരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇതിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ട് എന്നുള്ള കാര്യമാണ് പ്രധാനമായും പറയുന്നത്. അതായത് ഗോവിന്ദസ്വാമി ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ തീരുമാനമെടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്തൊരു കുറ്റകൃത്യമല്ല. ഇതിന് നാളുകളായ സഹായം, നാളുകളായ പദ്ധതി തയ്യാറാക്കൽ, അതിനുവേണ്ട സഹായങ്ങളെല്ലാം ഗോവിന്ദസ്വാമിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും ഇതിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ CPMന്റെ തടവ് പുള്ളികളായിട്ടുള്ള ആളുകളും കൃത്യമായ സഹായം ചെയ്തു എന്നുള്ള ഗുരുതര ആരോപണങ്ങളാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ട് വരുന്നത്. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയങ്ങളൊക്കെ
മറുപടി പറയുക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും വരും മണിക്കൂറുകളിലും പ്രതിപക്ഷ സമരങ്ങൾ കനക്കുമെന്ന് തന്നെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ മുൻപിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ജയിലിൽ ചാടിയ തടവുകാരൻ പിടിയിലായിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇത്തരത്തിൽ നിരവധി തടവുകാർ തടവ് ചാടിയ ആ ബ്ലോക്കിൽ ആ സൈഡിൽ നിന്നാണ് ഇത്തരത്തിൽ തുണി ഉപയോഗിച്ച് കെട്ടുകൾ ഉണ്ടാക്കി അംഗപരിമിതനായ ഈ തടവ് പുള്ളി രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത്രയും വലിയ മതിൽ എങ്ങനെ അയാൾ ഒറ്റയ്ക്ക് ചാടി കടന്നു എന്നുള്ളത് വലിയ ചോദ്യമാണ്. ഇത്തരത്തിൽ തടവ് ചാടാനുള്ള തുണി എവിടുന്ന് സംഘടിപ്പിച്ചു എന്നുള്ളത് വലിയ ചോദ്യമാണ്. ഇത്തരത്തിൽ 10ാം ബ്ലോക്കിലെ സെല്ലിൽ നിന്ന് എങ്ങനെയാണ് ഇയാൾ ചാടി രക്ഷപ്പെട്ടത് എന്നുള്ളതും വലിയ ചോദ്യചിഹ്നമായി തന്നെ പോലീസിന്റെ മുൻപിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. രാവിലെ മുതൽക്ക് തന്നെ സംസ്ഥാന അതിർത്തിയിൽ അതുപോലെ തന്നെ ജില്ലാ അതിർത്തികളിലുടനീളം പോലീസ് പരിശോധന ശക്തമാക്കിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ വിഷയത്തിൽ ഗോവിന്ദസ്വാമിയെ തൊട്ടടുത്ത് തന്നെ കണ്ടെത്താൻ സാധിച്ചത് പോലീസിന് നേട്ടമാണെങ്കിൽ കൂടിയും ജയിൽ സുരക്ഷയെ കുറിച്ചുള്ള വലിയ രീതിയിലുള്ള ആശങ്കകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. കൊടും കുറ്റവാളിക്ക് ഒറ്റയ്ക്ക് ഒരു സ്റ്റൈലിൽ കഴിയുന്ന ഒരു കുറ്റവാളിക്ക് ഇത്തരത്തിൽ രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യമാണെങ്കിൽ മറ്റു തടവു പുള്ളികൾക്ക് എത്തരത്തിലുള്ള സൗകര്യങ്ങളായിരിക്കും ജയിലിനുള്ളിൽ ലഭിക്കുക എന്നുള്ള ഗുരുതരമായ ചോദ്യമാണ് പ്രതിപക്ഷം ഈ ഘട്ടത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നതും. CPM-ന്റെ അനുഭാവികളായിട്ടുള്ള തടവുപുള്ളികൾ നിരവധിയുള്ള സെൻട്രൽ ജയിലാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ. അത്തരത്തിൽ ഇത് രാഷ്ട്രീയവൽക്കരിക്കുകയും ആ തരത്തിൽ ഈ തടവുപുള്ളികൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി നൽകുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ആരോപണങ്ങൾക്ക് വഴിമരുന്ന് തെളിയിക്കുന്ന രീതിയിൽ ഈ ആരോപണങ്ങളെ കൂടുതൽ ബലപ്പെടുത്തുന്ന രീതിയിലാണ് ഇന്ന് രാവിലെ ഉണ്ടായ സംഭവവികാസങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയെങ്കിലും ഈ വിഷയത്തിൽ എന്ത് നടപടിയായിരിക്കും സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മാത്രമല്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 4 ഉദ്യോഗസ്ഥരെ ഇപ്പോൾ പ്രാഥമികമായി അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ജയിൽ ചാട്ടത്തിൽ തടവുകാർക്കും മറ്റു സഹ തടവുകാർക്കും പങ്കുള്ളതായിട്ടാണ് ഗുരുതരമായ ആരോപണങ്ങൾ DCC ഉന്നയിക്കുന്നത്. എന്തായാലും ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. അർജുന. ജോസഫ്, നമുക്കറിയാം ഇത്തരത്തിൽ ഒരു കൊടും ക്രിമിനലാണ് ഇത്തരത്തിൽ ജയിൽ ചാടിയത്. അങ്ങനെയാണെങ്കിൽ ഇത്രയധികം സുരക്ഷാ വീഴ്ച അവിടെ ഉണ്ട് എന്നറിയുന്ന മറ്റ് പ്രതികൾക്കും കൂടി ഇത്തരത്തിൽ ഒരു പ്രചോദനമാവുകയാണ് ചെയ്യുക. ഇത് ചാടിക്കഴിഞ്ഞാലും വലിയ പ്രശ്നമില്ല എന്ന തരത്തിൽ. കാരണം അത്തരത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്കുണ്ടായത്. കാരണം 20 ദിവസത്തോളമാണ് ആ സെല്ലിന്റെ അതായത് അത്രയും സുരക്ഷയുള്ള ആ സെല്ലിന്റെ ഇരുമ്പ് കമ്പി 20 ദിവസമാണ് വളച്ചിരുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഇത് മൊത്തത്തിൽ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയിലടക്കം വിരൽ ചൂണ്ടുകയല്ലേ? അർജുന, തീർച്ചയായും ആഭ്യന്തരം കൈയാളുന്ന മുഖ്യമന്ത്രിക്ക് നേരെയാണ് ആരോപണങ്ങൾ പ്രധാനമായും ഉയർന്നു വരുന്നത്. DCC ഭാരവാഹികൾ പ്രധാനമായും വ്യക്തമാക്കുന്ന ഒരു കാര്യം ഇതാണ്. കണ്ണൂർ സെൻട്രൽ ജയിൽ CPM-ന്റെ സ്വന്തം ജയിൽ എന്നാണ് കണ്ണൂർ കോൺഗ്രസുകാർ ആരോപിക്കുന്നത്. ഈ ജയിലിൽ CPM പ്രവർത്തകരായിട്ടുള്ള അനുഭാവികളായിട്ടുള്ള തടവ് പുള്ളികൾ അറിയാതെ ഇത്തരത്തിലൊരു കുറ്റകൃത്യം നടക്കില്ല എന്നുള്ള കൃത്യമായ ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ DCC ഇത്തരത്തിലൊരു സമര പരിപാടിയുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇത്തരത്തിൽ CPM തടവ് പുള്ളികൾക്ക് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വലിയ രീതിയിൽ ഇവിടെ ബീഡിയും മറ്റ് കഞ്ചാവുകളും മൊബൈൽ ഫോണുകളും എത്തിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ വഴിയാത്രക്കാരായ ആളുകൾ പലരും ബീഡിപ്പൊതികളും മറ്റും ഈ മതിൽക്കെട്ടിനുള്ളിലേക്ക് എറിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ മതിൽക്കെട്ടിനുള്ളിൽ നിന്ന് അതേപോലെ മറ്റൊരു സഹായം ഇയാൾക്കും ലഭിച്ചിട്ടുണ്ടോ, ഈ തടവ് ചാടാൻ ഗോവിന്ദസ്വാമിക്കും ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള ഗുരുതര ആരോപണങ്ങളാണ് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്നത്. CPM-ന്റെ പ്രത്യേകിച്ച് ആഭ്യന്തരം കൈയാളുന്ന മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് വന്ന ഗുരുതര വീഴ്ചയായിട്ടാണ് പ്രതിപക്ഷം ഇത് ഉയർത്തിക്കൊണ്ടുവരുന്നത്. തടവുകാരും ഇതുപോലെ തന്നെ ജയിലിൽ ആനുകൂല്യങ്ങൾ പറ്റി ജീവിക്കുകയും ചെയ്യുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണങ്ങൾ കൂടി ഉയർത്തി വരുന്നുണ്ട്. DCC വ്യക്തമാക്കിയ അവരുടെ ഈ പ്രതിഷേധ മാർച്ചിൽ ഉയർത്തിപ്പിടിച്ച ഒരു മുദ്രാവാക്യമുണ്ട്. ഉദ്യോഗസ്ഥർ
ജയിലിൽ തടവ് പുള്ളികളാകുകയും തടവ് പുള്ളികൾ ജയിലിൽ ഉദ്യോഗസ്ഥരാകുകയും ചെയ്യുന്ന ഒരു പ്രത്യേക പ്രതിഭാസമാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കാണാൻ സാധിക്കുന്നത്. അതിന്റെ ഒരു കൃത്യമായ പ്രതിഫലനമാണ് ഇന്ന് രാവിലെ ഉണ്ടായത്. വളരെ സുരക്ഷയുള്ള ഒരു മേഖലയിൽ നിന്ന് അംഗപരിമിതനായ ഒരു വ്യക്തി 10 മീറ്ററിലധികം ഉയരമുള്ള ഒരു മതിൽക്കെട്ട് എങ്ങനെയാണ് ചാടിക്കടന്നത്? അതീവ സുരക്ഷയുള്ള ഒരു ജയിലിന്റെ സെല്ലിൽ നിന്ന് കമ്പി വളച്ച് എങ്ങനെയാണ് പുറത്തു കടക്കാൻ സാധിച്ചത്? ഇതിനു വേണ്ട സഹായം എവിടുന്നാണ് കിട്ടിയത്? ഇതിനു വേണ്ട സാധനങ്ങൾ എവിടുന്നാണ് കിട്ടിയത് എന്നുള്ള ഗുരുതരമായ ചോദ്യങ്ങളാണ് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ട് വരുന്നത്. മറ്റ് തടവുകാർക്കും CPM-നോട് അനുഭാവമുള്ള മറ്റു തടവുകാർക്കും സമാന രീതിയിലുള്ള സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ഗുരുതര ആരോപണങ്ങൾ കൂടി പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിലും പ്രതിഷേധം കടുക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇത് ഒരു വലിയ ജയിൽ ചാട്ടത്തിൽ സർക്കാരിന് വലിയ ഗുരുതര വീഴ്ച സംഭവിച്ചു. ജയിൽ സുരക്ഷ ഇത്രത്തോളം ഉള്ളൂ, ഇത് മറ്റൊരാൾക്ക് വേണ്ടി മാറ്റപ്പെടുന്നതാണ് എന്നുള്ള ഒരു ചിത്രീകരണമാണ് ഇപ്പോൾ പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ക്യാമ്പയിനാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം കൃത്യമായ ഒരു അന്വേഷണം വേണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും ഗോവിന്ദചാമിയെ പിടിച്ചു എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണെങ്കിലും അതിവിദഗ്ധമായി എങ്ങനെ ഇയാൾ രക്ഷപ്പെട്ടു എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേട് കൂടിയാണ്. മാത്രമല്ല അതീവ സുരക്ഷയുള്ള 10ാമത്തെ ബ്ലോക്കിൽ നിന്ന് അയാൾ എങ്ങനെയാണ് ഇത്രയും ഉയരമുള്ള ഒരു മതിൽക്കെട്ട് ചാടിക്കടന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിലെല്ലാം സർക്കാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും മറുപടി പറയേണ്ടി വരുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാവുന്നതുപോലെ കേരള മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച കൊലക്കേസാണ് സൗമ്യ വധക്കേസ്. സൗമ്യ വധക്കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് ശിക്ഷ ഇളവ് നേടിയാണ് ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മടങ്ങിയെത്തുന്നത്. വധശിക്ഷയിൽ നിന്നായിരുന്നു ഇളവ് നേടി ജീവപര്യന്തമാക്കി കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ആവശ്യത്തിലധികം സൗകര്യങ്ങൾ ഇയാൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ള ഗുരുതരം ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉയർന്നു കേട്ടതാണ്. മാത്രവുമല്ല ഇത്തരത്തിൽ ശിക്ഷ കുറഞ്ഞു പോയതിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചതായും സൗമ്യയുടെ കുടുംബം ആദ്യഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ നിരന്തരമായി ഈ പ്രതി, അതായത് ഈ ഏറ്റവും കൊടും ക്രിമിനൽ ആയിട്ടുള്ള ഗോവിന്ദചാമി ഈ മതിൽ ചാടി രക്ഷപ്പെട്ടത്. പക്ഷേ രക്ഷപ്പെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ ഇയാളെ പിടികൂടാനായെങ്കിൽ പോലും ഇതിൽ സംസ്ഥാന സർക്കാരിന് ഈ പ്രതിയെ സംരക്ഷിക്കുന്നതിൽ എന്തോ ഒരു പ്രത്യേക താല്പര്യമുണ്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പ്രതിപക്ഷം അടക്കം ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ പ്രതിഷേധം കനക്കുമെന്ന് തന്നെയാണ് നാം കരുതുന്നത്. BJP അടക്കമുള്ള പ്രതിപക്ഷ സംഘടനകൾ അല്പസമയത്തിനുള്ളിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാർച്ചുമായി വരും. ഇത്തരത്തിൽ തടവ് പുള്ളികളോട് സ്വീകരിക്കുന്ന CPM-ന്റെ മനോഭാവം അത് തിരുത്തപ്പെടേണ്ടത് തന്നെയാണ് എന്നാണ് ഇവർ പ്രധാനമായും വ്യക്തമാക്കുന്നത്. കൊടും കുറ്റവാളികൾക്ക് പോലും നിഷ്പ്രയാസം ജയിൽ ചാടിയ സൗമ്യ കൊലക്കേസ് പ്രതി ഗോവിന്ദചാമിയെ തളാപ്പിൽ വച്ച് പിടികൂടി. ജയിലിൽ നിന്ന് 2 കിലോമീറ്റർ അകലെ നിന്നാണ് ഗോവിന്ദചാമിയെ നാട്ടുകാർ അടക്കം ചേർന്ന് പിടിച്ചത്. അതിന്റെ വിവരങ്ങൾ ജോസഫ്, രാജേഷ് എന്നിവർ നൽകുകയായിരുന്നു. ചെറിയ ഇടവേള.